ഹലോ. സ്ത്രീകളുടെ ലൈംഗിക ആനന്ദത്തെക്കുറിച്ച് അല്ലേ? ഇതിനെപ്പറ്റി പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ശാസ്ത്രീയമായ അറിവുകളും അതുപോലെ തന്നെ പ്രായോഗികമായ വഴികളുമൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഓർഗാസം ഗ്യാപ്പ്, അതായത് രതിമൂർച്ചയുടെ കാര്യത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമിടയിൽ കാണുന്നൊരു വിടവ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് നിലനിൽക്കുന്നത്? പലർക്കും ഇതൊരു വലിയ നിഗൂഢതയാണ് അല്ലേ? എന്നാൽ പേടിക്കണ്ട, ഇതിന്റെ കാരണവും പരിഹാരവും നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോ എന്താണ് ഇതിന്റെ പരിഹാരം എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ രഹസ്യമൊന്നുമല്ല. കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഇത് പ്രധാനമായും 3 കാര്യങ്ങളെക്കുറിച്ചാണ്. 1. ശരീരഘടനയെക്കുറിച്ചുള്ള ശരിയായ ധാരണ. 2. പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം. പിന്നെ 3ാമത്തത് ശരിയായ രീതികൾ. ഇവ 3ഉം മനസ്സിലാക്കിയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പോ നമുക്കിതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ശാസ്ത്രീയമായ പരിഹാരം, അതായത് സ്ത്രീകളുടെ ശരീരഘടനയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. കാരണം ഈ ഓർഗാസം ഗ്യാപ്പ് ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സംശയം. യോനിയിലൂടെയുള്ള ലൈംഗിക ബന്ധം മാത്രം മതിയോ ഒരു സ്ത്രീക്ക് രതിമൂർച്ച നേടാൻ? ഇതാണോ ഏറ്റവും വിശ്വസനീയമായ വഴി? പൊതുവെ നമ്മൾ കേൾക്കുന്നതും സിനിമകളിലൊക്കെ കാണുന്നതും അങ്ങനെയൊക്കെയാണല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ കണക്കുകൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ഈ കാണുന്നതാണ് ഉത്തരം. വെറും 6.6%. രതിമൂർച്ച അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളിൽ കേവലം 6.6% പേർക്ക് മാത്രമാണ് യോനിയിലൂടെയുള്ള ലൈംഗിക ബന്ധം മാത്രം മതി എന്ന് തോന്നുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയല്ലേ? ഈ ബാർ ചാർട്ട് കണ്ടാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. യോനിയിലൂടെയുള്ള ബന്ധം മാത്രം എന്ന് പറയുന്നത് 6.6%. ഇനി ക്ലിറ്റോറൽ ഉത്തേജനം മാത്രം നോക്കിയാലോ, അത് 17.6%. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴോ 75% കൂടുതൽ. അതായത് 93%-ലധികം സ്ത്രീകൾക്കും വിശ്വസനീയമായ ഒരു രതിമൂർച്ചയ്ക്ക് ക്ലിറ്റോറൽ ഉത്തേജനം കൂടിയേ തീരൂ. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: സ്ത്രീകളുടെ ലൈംഗിക ആനന്ദത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് ക്ലിറ്റോറിസാണ്. ഭൂരിഭാഗം സ്ത്രീകൾക്കും രതിമൂർച്ചയിലേക്ക് എത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നതും ഇതിനെ ഉത്തേജിപ്പിക്കുക എന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശരീരഘടനയുടെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വ്യക്തിബന്ധങ്ങളിലെ പരിഹാരത്തിലേക്ക് കടക്കാം. അതായത് പൂർവ്വകേളിയും ആശയവിനിമയവും. കാരണം ശരിയായ ടെക്നിക്ക് പോലെ തന്നെ പ്രധാനമാണ് ഈ കാര്യങ്ങളും. പ്രശസ്ത സൈക്കോസെക്ഷൽ തെറാപ്പിസ്റ്റായ ഡോക്ടർ റൂത്ത് പറയുന്നത് എന്താണെന്ന് നോക്കൂ. സ്ത്രീകൾക്ക് നല്ലൊരു പൂർവ്വകേളി വളരെ പ്രധാനമാണ്. കാരണം രതിമൂർച്ചയ്ക്ക് ആവശ്യമായ ഉത്തേജനത്തിലേക്ക് എത്താൻ പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ സമയം അവർക്ക് വേണ്ടിവരും. അതായത് ഈ ഫോർപ്ലേ എന്ന് പറയുന്നത് വെറുമൊരു തുടക്കം മാത്രമല്ല, അത് സ്ത്രീകളെ ശാരീരികമായും വൈകാരികമായും തയ്യാറെടുക്കാൻ സഹായിക്കും. അതുപോലെ സ്വാഭാവികമായ ലൂബ്രിക്കേഷൻ ഉണ്ടാകാനും ലൈംഗിക ബന്ധം കൂടുതൽ സുഖകരമാക്കാനും ഇത് അത്യാവശ്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി നേരിട്ട് തന്നെ പങ്കാളിയോട് സംസാരിക്കുക. പോസിറ്റീവായിട്ടും ക്ഷമയോടെയും വേണം ഇടപെടാൻ. വെറുതെ പറയുക മാത്രമല്ല, പങ്കാളി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും വേണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചെറിയ വാക്കുകൾക്കും ശരീരഭാഷയ്ക്കും വരെ ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. കുറച്ചുകൂടി പതുക്കെ എന്നോ അവിടെ തന്നെയെന്നോ പറയുന്നത് വലിയ മാറ്റമുണ്ടാക്കും. ഇത് പരസ്പരമുള്ള വിശ്വാസവും ആനന്ദവും കൂട്ടുകയുള്ളൂ. ശരി, അപ്പോൾ നമ്മൾ ഇതിന്റെ ശാസ്ത്രീയ വശവും ആശയവിനിമയത്തിന്റെ പ്രാധാന്യവും ഒക്കെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം, അല്ലേ? ഓറൽ സെക്സിനെക്കുറിച്ചുള്ള ഒരു ലളിതമായ വഴികാട്ടി. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് പൊതുവെയുള്ള ചില ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാം. പലർക്കും സ്വന്തം ശരീരത്തിന്റെ ഗന്ധത്തെയും രുചിയും കുറിച്ചൊക്കെ ഒരുപാട് ഉത്കണ്ഠയുണ്ടാകാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക: എല്ലാ ശരീരങ്ങൾക്കും അതിൻ്റേതായ തനതായ ഗന്ധവും രുചിയുമുണ്ട്. അത് തികച്ചും സ്വാഭാവികമാണ്. നല്ല ശുചിത്വം പാലിക്കുന്നത് നല്ലത് തന്നെ, അതൊരു പരിഗണനയാണ്. പക്ഷേ ഒരു പെർഫെക്ഷൻ വേണമെന്ന് വാശി പിടിച്ച് ആ നിമിഷം നശിപ്പിക്കരുത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ സ്റ്റെപ്പായി നോക്കാം. ഒന്നാമതായി, വളരെ പതുക്കെ തുടങ്ങുക. തിരക്ക് കൂട്ടരുത്. ശരീരത്തിലും തുടകളുടെ ഉൾഭാഗത്തും വൾവയുടെ പുറത്തുമൊക്കെ ചുംബനങ്ങൾ നൽകി തുടങ്ങാം. 2. പര്യവേക്ഷണം ചെയ്യുക. നാവ് പരത്തിവെച്ച് പതിയെ തലോടാം. ക്ലിറ്റോറിസിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കണ്ടെത്താം. 3.
നിങ്ങളുടെ കൈകൾ മറക്കരുത്. അതേസമയം ശരീരം, തുടകൾ, വയറ് എന്നിവിടങ്ങളിലൊക്കെ മൃദുവായി തലോടുന്നത് മൊത്തത്തിലുള്ള ഉത്തേജനത്തിനു സഹായിക്കും. 4. ക്ലിറ്റോറിസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാവിന്റെ അഗ്രം ഉപയോഗിച്ച് മൃദുവായി സ്പർശിക്കാം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത്, വേഗതയും താളവും മാറ്റിക്കൊണ്ടിരിക്കുക. പതുക്കെ തുടങ്ങി പങ്കാളിയുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് തീവ്രത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് വൈവിധ്യം കൊണ്ടുവരാൻ ചില വഴികൾ നോക്കാം. ക്ലിറ്റോറിസിൽ മൃദുവായി നുണയുന്നത് പരീക്ഷിക്കാം. അല്ലെങ്കിൽ പ്യൂബിക് ഭാഗത്ത് വിരലുകൾ കൊണ്ട് ചെറുതായി സമ്മർദ്ദം കൊടുക്കാം. യോനിദളങ്ങളിൽ മൃദുവായി വലിക്കുന്നതും ചിലർക്ക് കൂടുതൽ ആനന്ദം നൽകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രുചിയെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യോനിയുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ക്ലിറ്റോറിസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. യോനിക്കുള്ളിലേക്ക് ഒരു കാരണവശാലും വായു ഊതരുത്. ഇത് എയർ എംബോളിസം എന്ന മാരകമായ ഒരവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണെങ്കിലും സംഭവിച്ചാൽ അപകടകരമാണ്. അതുകൊണ്ട് ഇതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ആ ഒരു പ്രത്യേക സുരക്ഷ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പൊതുവായ സുരക്ഷിത ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാം. കാരണം അതും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ അപകടസാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നല്ല വാർത്ത, ഇതിലൂടെ ഗർഭധാരണത്തിനുള്ള സാധ്യത ഇല്ല. എന്നാൽ ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ, അതായത് STIs, പകരാനുള്ള സാധ്യതയുണ്ട്. HPV, ഹെർപ്പസ്, ഗൊണോറിയ, ക്ലമീഡിയ പോലുള്ള രോഗങ്ങൾ ഓറൽ സെക്സിലൂടെ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യം മറക്കരുത്. അപ്പോൾ ഇതിനെങ്ങനെ സുരക്ഷയൊരുക്കും? അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഡെന്റൽ ഡാം. ഇതെന്താണെന്ന് വെച്ചാൽ ലാറ്റക്സ് കൊണ്ടുണ്ടാക്കിയ കനം കുറഞ്ഞ ചതുരാകൃതിയിലുള്ള ഒരു ഷീറ്റാണിത്. ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഇതൊരു തടസ്സമായി ഉപയോഗിക്കാം. അതുവഴി ലൈംഗിക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കും. ഇനി ഒരുപക്ഷേ നിങ്ങൾക്ക് ഡെന്റൽ ഡാം വാങ്ങാൻ കിട്ടിയില്ലെങ്കിലോ? വിഷമിക്കണ്ട, നമുക്ക് സ്വന്തമായി ഒരെണ്ണം ഉണ്ടാക്കാം. അതിനായി പുതിയതും ലൂബ്രിക്കന്റ് ഇല്ലാത്തതുമായ ഒരു കോണ്ടം എടുക്കുക. അത് മുഴുവനായി നിവർത്തിയ ശേഷം അതിന്റെ അറ്റത്തുള്ള ആ റിങ് മുറിച്ചു കളയുക. എന്നിട്ട് അതിനെ നീളത്തിൽ മുറിക്കുക. അപ്പോൾ അതൊരു പരന്ന ചതുരാകൃതിയിലുള്ള ഷീറ്റായി മാറും. ഇത് ഡെന്റൽ ഡാമിന് പകരമായി ഉപയോഗിക്കാം. ഇനി പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ചിന്തിക്കാം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും രതിമൂർച്ച മാത്രമായിരിക്കണോ? അതിനു പകരം ഇതിനെ പരസ്പരം അറിയാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒരുമിച്ചുള്ള ആനന്ദം കണ്ടെത്താനുമുള്ള ഒരു യാത്രയായി കണ്ടാലോ? കാരണം ആത്യന്തികമായി പരസ്പരമുള്ള ബഹുമാനവും സന്തോഷവും അടുപ്പവുമാണ് ഏറ്റവും പ്രധാനം.